പോരാടാതെ തന്നെ എല്ലാ സിംഹത്തെയും ഞാൻ കൊന്നൊടുക്കും. ഇപ്പോൾ എവിടെയാണ് ആ രഹസ്യ കോട്ടയുള്ളത്? അല്ലാതെ ഈ താക്കോൽ എന്തിനാ? വാതില് കിട്ടാതെ ഇതിന്റെ പ്രയോജനം എന്താ? ഞാൻ സിംഹത്തെ എടുത്തിട്ട് പെരുമാറാൻ തീരുമാനിച്ചതാ. വീണ്ടും ഇടിച്ചിടിച്ച് അവന്റെ വായിൽ നിന്ന് കോട്ടയുടെ അഡ്രസ് കണ്ടെത്തായിരുന്നു. 3 സിംഹത്തെയും ഞാൻ ഒറ്റയ്ക്ക് തോൽപ്പിക്കുമായിരുന്നു. നിന്റെ വാചകമടി ഒന്ന് നിർത്ത് മരമണ്ട. നീയും കാൽബേഡിയും ഒരുമിച്ചുണ്ടായാൽ പോലും ചുറ്റു സിംഹത്തിനെയും ബേഡിയ സിംഹത്തിനെയും തോൽപ്പിക്കാനാവില്ലായിരുന്നു. പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ വിചാരിച്ചത് ആ താക്കോലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ കോട്ട കണ്ടെത്താമെന്ന് കരുതി. പക്ഷെ ആ റേവൻ സിംഹം അക്കാര്യം നമ്മളോട് പറയില്ല. ഞാൻ മണ്ട. നിന്റെ ലോകത്തുള്ള രഹസ്യ കോട്ടയുടെ കാര്യം നിനക്ക് പോലും അറിയില്ലേ എന്ന് വിചാരിച്ച് നിന്നെ മാത്രം വിശ്വസിച്ച് ഞാൻ വെറുതെ ഇരിക്കില്ല. എന്റെ കൈവശം മറ്റൊരു പദ്ധതിയുണ്ട്. ആ രഹസ്യക്കോട്ടയിലേക്കുള്ള വഴി നമുക്ക് റേവൻ സിംഗമല്ല, നമ്മുടെ പുതിയ കൂട്ടുകാരൻ ബേഡിയ സിംഗം കാണിച്ചു തരും. എന്നെ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് കൂട്ടുകാരാ. ഇനി ആ കാര്യം നമ്മൾ തനിച്ചു ചെയ്യേണ്ട ആവശ്യമില്ല. കൂട്ടുകാരെന്നും പറയുന്നു, നന്ദിയും പറയുന്നു. കൂട്ടുകാരല്ലേ മറ്റൊരു കൂട്ടുകാരെ സഹായിക്കൂ. ആ കാലനെ ഒരിക്കലും വീക്കായിട്ട് കരുതരുത്. അവന് ക്രിമിനൽ മൈൻഡാണ്. അവനെ വീക്കായിട്ട് കരുതിയതല്ല, അതുകൊണ്ടല്ലേ കൂടുതൽ ആദ്യം എടുക്കാൻ വന്നത്. ശരി, റെഡിയാക്കി വെക്കുക. അതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. ഈ പ്രാവശ്യം അവൻ പോർട്ടൽ വഴി രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് റേവൻ സിംഗ്. നമ്മൾ വിക്ടറിന്റെ നമ്മളുടെ മരണത്തിന് പകരം ചോദിക്കണം. അല്ല, ഈ വെബറോ എന്താണ്? അതുപോലെ വെബനോ ആണോ? എനിക്ക് 5 മിനിറ്റ് സമയത്താ. ഞാൻ വെബറയെ മുഴുവനായിട്ട് റെഡിയാക്കാം. സാധാരണ വെബനല്ല, ഇത് അൾട്ടിമേറ്റ് വെബനാണ്. ശരി, സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിലുള്ള ഒരു ആരോ വെബക്കാരന്റെ ദേഹത്ത് കൊണ്ട അവന്റെ ചാപ്റ്റർ ക്ലോസ് ആണ്. സൈറസിനെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മുടെ ലോകത്ത് നല്ല വാമ്പൈഴ്സിനെ കാണാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഈ ആരോസ് ആണ് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ. വാമ്പയർ കാലൻ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല. വാമ്പയർ കാലന്റെ അന്ത്യം കുറിച്ചു കഴിഞ്ഞു. അവൻ ഞങ്ങളുടെ ലോകത്തേക്ക് കയറി വന്ന് ഞങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സാധനമായ ദിവ്യശക്തി എടുത്തോണ്ട് പോയി. അതിനൊപ്പം തന്നെ എന്റെ ധൈര്യത്തെ അവൻ ചോദ്യം ചെയ്തിരിക്കുകയാണ്. തിന്മ എത്ര മുന്നിലായാലും ശരി, നന്മയിൽ നിന്നും വേണ്ട സ്റ്റെപ്പ് എപ്പോഴും പുറകെയായിരിക്കും. നമ്മൾ സൈറസിനെ രക്ഷിക്കും. ദിവ്യശക്തിയെ നമ്മൾ തിരിച്ചു വീണ്ടെടുക്കും. ഞാൻ തയ്യാറാണ്. ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാണ്. എന്നതാ ഇവിടെ മൊത്തം ചെക്ക് ചെയ്യണം. ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. ഇവിടൊന്നും ആരുമില്ല. എല്ലാം നോക്കിയാണ്. ഇവിടെയും ക്ലിയർ ആണ്.
ശരി, വലിയ സിംഗം, നിങ്ങൾ സൈലസിന്റെ ഒപ്പം നിൽക്കൂ. കാലം എന്ത് വേണമെങ്കിലും എടുത്തില്ല. വരൂ കൂട്ടുകാരെ, നമുക്ക് എല്ലാം തയ്യാറാക്കാം. എന്ത് പറ്റി? എന്താ നിങ്ങൾ അറിഞ്ഞത്? യുദ്ധത്തിന് എന്റെ വിശ്വസ്തരായ ശിപ്പായിമാരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാണ് ആലോചിക്കുന്നത്. എന്നാ ശരി. ഇവിടെ ആരും തന്നെയില്ല. ചാവി വെച്ച് വാതിൽ തുറന്നിട്ട് സൈറസിന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. ലിറ്റിൽ സിംഗം തീർച്ചയായും നമ്മളെ തടയാനായിട്ട് വരും. കരുതിയിരിക്കുക. ഇതാ താക്കോൽ. ചെല്ല്. Little Singam, attack! Ready, aim, shoot! വാമ്പയർക്കാരനെ ഞാനാണ് രക്ഷിച്ചത് ലിറ്റിൽ സിംഗം. പക്ഷേ നിന്നെ ഇപ്പോ ആരാ രക്ഷിക്കാൻ പോകുന്നത്? നീ ഇവിടെ ഉണ്ടെങ്കിൽ സൈറസ് ഈ കോട്ടയ്ക്കുള്ളിൽ ഇല്ല എന്നർത്ഥം. അവൻ എവിടെ? ഈ പ്രാവശ്യം നിന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയി പോയി. സബാഷ് വാമ്പയർക്കാൽ, സബാഷ്. ലിറ്റിൽ സിംഗത്തിന്റെ സ്ഥാനം ഇവിടെ തന്നെ, ഈ കാലിന്റെ കാൽ ചുവട്ടിൽ. സിംഗം, നീ വെറും പാഴാണ്. ഈ കാലന്റെ ശക്തിക്ക് മുൻപിൽ നീ ഒന്നുമല്ല. അവസാനം എനിക്ക് കിട്ടും ഏറ്റവും നല്ല വാമ്പയറിന്റെ രൂപം. കോലാക്കഞ്ചർ ഞാനിനി സ്വന്തമാക്കും. അതിനി എന്റേതാണ്. ഇല്ല, അതെങ്ങനെ സംഭവിച്ചു? ഇല്ല, നീ ഏറ്റവും നല്ല വാമ്പയർ അല്ലേ? നല്ല വാമ്പയർ ആരാണെന്ന് വെച്ചാൽ അവന്റെ രൂപത്തിന്റെ ശക്തി വെച്ചല്ല, കർമ്മങ്ങളുടെ ശക്തി വെച്ച് പോരാടുന്നവനാണ്. തെളിച്ചു പറയേ, ആരാ നീ? ചുവന്ന ചന്ദ്രൻ ഉദിക്കാൻ സമയമായി. പേര് പറയേ, നീ ആരാണെന്ന് തെളിച്ചു പറയേ. ശരി, സയന്റിസ്റ്റ്, എല്ലാവരെയും സഹായിക്കുന്ന ആൾ ഒരുപക്ഷെ നീയാണോ? ഇന്ന് രണ്ടിലൊന്ന് നോക്കാം സൈറസ്. നിന്റെ കൂട്ടുകാരെ നീ എങ്ങനെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ. എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. കർമ്മങ്ങളുടെ ശക്തി കൊണ്ട് പോരാടുന്നത് ഒരു വാമ്പയർ മാത്രമാണ്. അവൻ നിന്നെ രക്ഷിക്കാനായി തീർച്ചയായും ഓടിയെത്തും. സിംഗം, നിന്റെ ഈ പരട്ടക്കിഴവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കാൻ.